ബി.ജെ.പി. ഒരു സ്വയം വിമർശനത്തിലേക്ക് കടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കണം. കാരണം രാജീവ് ചന്ദ്രശേഖർ തന്നെ പറയുകയാണ് പാർട്ടിയുടെ ശൈലി മാറണം. എല്ലാ കാലത്തും വോട്ട് വർധനവ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. സീറ്റിൽ വർധനവ് ഉണ്ടാകണമെന്നാണ് രാജീവിന്റെ പരാമർശം. ഇതൊരു വാസ്തവമല്ല. എല്ലാ കാലത്തും ബി.ജെ.പിയുടെ വോട്ട് വർദ്ധിച്ചു. പക്ഷേ സീറ്റ് പൂജ്യമാണ്. അല്ല, അതിനകത്ത് നല്ലൊരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. കാരണം എപ്പോഴും പറയുന്നതാണ് വോട്ട് വിഹിതം വോട്ട് വിഹിത വർധനവുണ്ടായി. അത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇതെത്ര കൊല്ലമായി പറയാൻ തുടങ്ങിയിട്ട്. വോട്ട് വിഹിത വർധനവുണ്ടായി ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% അതുപോലെ ഇത്ര നിയമസഭ ഒന്നാം സ്ഥാനത്ത്, രണ്ടാം സ്ഥാനത്ത് ഇത്ര വന്നു, മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏതാണ്ട് നല്ല ഒന്നാം സ്ഥാനത്തിനോടൊക്കെ അടുത്തടുത്ത് നിൽക്കുന്നതാണ് രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും ഒക്കെ. അത് പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ല. പിന്നെ വിഭാഗീയതയെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ഗ്രൂപ്പുമില്ല, നരേന്ദ്രമോദിയോടൊപ്പം ഉള്ള ഗ്രൂപ്പാണ്, അത് മാത്രമേ ഉള്ളൂ എന്നാണ് രാജീവ് ചന്ദ്രശേഖർ എടുത്തു പറഞ്ഞിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വികസന രാഷ്ട്രീയമാണ് വേണ്ടത്. ഈ പഴയ രാഷ്ട്രീയത്തിൻ്റെ കാലം കഴിഞ്ഞു പോയി എന്നുള്ളതാണ് തെളിയിച്ചിരിക്കുന്നത്. ഇദ്ദേഹം ഒരു വലിയൊരു ബിസിനസ്മാൻ കൂടി ആയതുകൊണ്ട് കാര്യങ്ങൾ എപ്പോഴും കാണുന്നത് പുതിയ രീതിയിലായിരിക്കും. കാരണം വികസനം വരണം. കേരളത്തിന്റെ മനസ്സ് എല്ലാ കാലത്തും ഒരു കമ്മ്യൂണിസ്റ്റ് മനസ്സാണ്. അവർ നോക്കുന്ന സമരങ്ങളും അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ പാർട്ടി സജീവമാകുകയുള്ളൂ എന്നൊരു ധാരണ ഉണ്ടല്ലോ. പക്ഷെ രാജീവ് കൃത്യമായി വികസനം മാത്രം പറഞ്ഞാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഇരിക്കെ അവർക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ? കഴിയും, തീർച്ചയായിട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ ഈ പഴയ കാലം പോയി. ഇപ്പോൾ നമ്മൾ വോട്ടർമാരുടെ കണക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പുതു വോട്ടർമാരുടെ എണ്ണം വളരെ കൂടുതലാണ്. സ്ത്രീ വോട്ടർമാരും വളരെ കൂടുതലാണ്. സ്ത്രീകളും ഒക്കെ ഇപ്പം മുമ്പ് കാണുന്നത് ഇവിടെ വികസനം വേണമെന്ന്. നമ്മൾ പുറത്തിറങ്ങുമ്പോഴേ എല്ലാവരും വാഹനം ഓടിക്കുന്നവരാണ്. നമ്മൾ പോകുന്ന റോഡ് നന്നായിരുന്നാൽ, നമ്മൾ പോകുന്ന റോഡ് താറുമാറായി കിടക്കുമ്പോൾ നമ്മൾ ഉടനെ പറയുന്നത് ഇവിടുത്തെ MLA ആര്, MP ആര്, ഭരിക്കുന്നത് ആര് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. റോഡൊക്കെ നന്നായി കിടന്നാലുണ്ടല്ലോ, അത് ജനത്തിൻ്റെ ആദ്യത്തെ സംതൃപ്തി അതായിരിക്കും. ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മൾ പാല, തൊടുപുഴ, പൂഞ്ഞാറ്, പൊൻകുന്നം ആ ഭാഗത്ത് പോയി നോക്കും. റോഡ് നല്ല റോഡാണ്, വാഹനം ഓടിച്ചു പോകാൻ. ഇവിടങ്ങളിലൊക്കെയുള്ള MLA ആരൊക്കെയാണെന്ന് നമുക്ക് അറിയാമല്ലോ. PJ ജോസഫ്, KM മാണിയുടെ കാലത്ത് KM മാണി ദീർഘകാലം, PC ജോർജ്, ഇങ്ങനെയുള്ള വമ്പന്മാരായിരുന്നു. അവരുടെ നാടിനെ അവർ സംരക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ KM മാണിയൊക്കെ എതിർത്ത് സംസാരിക്കും. പക്ഷേ KM മാണിയൊക്കെ അവിടെ നാട്ടിൽ അവർ വലിയ ആൾക്കാർ തന്നെയാണ്. നാടിന് വേണ്ട കാര്യങ്ങൾ മുഴുവൻ കൊടുത്തിട്ടുണ്ട്. വികസനമായാലും മറ്റ് പാവപ്പെട്ടവർക്ക് തൊഴിൽ സൗകര്യങ്ങൾ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതാണല്ലോ അവർക്ക് വേണ്ടത്. അല്ലാതെ ബാർക്കോഴ നടത്തിയോ ഇല്ലയോ അതുകൊണ്ടാണ് 30-50 വർഷത്തോളം തുടർച്ചയായി ജയിച്ചിട്ട്. അതെ, അതിലേക്ക് പ്രത്യേകിച്ച് യുവതലമുറയിലേക്ക് വരുമ്പോൾ അവർ ഈ പറഞ്ഞ തരത്തിലുള്ള ഈ വർഗീയ രാഷ്ട്രീയം ഒട്ടും കളിക്കില്ല. അതിനകത്തൊക്കെ അവർക്ക് മാറ്റമുണ്ടാകും. പഴയ നേതാക്കന്മാരുടെ ശൈലി തന്നെ മാറേണ്ടി വരും. പഴയ കക്ഷത്തിൽ ഒരു ഡയറി ഇടുക്കി പിടിച്ച് വെച്ചുകൊണ്ട് ഇറങ്ങും. പഴയ രീതിയിൽ നടന്ന് ഇപ്പം കവലപ്രസംഗത്തിന് ആളുണ്ടോ കേൾക്കാൻ? ഇല്ലല്ലോ. പണ്ട് തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ കവലകൾ തോറും പ്രസംഗമാണ്. ചെറിയ ചെറിയ നേതാക്കന്മാർ പ്രസംഗിക്കും, അതിൻ്റെ പിന്നാലെ വമ്പന്മാർ വരും. ഇത് കേൾക്കാനൊക്കെ ഇപ്പോൾ CPM അവരാളെ കൊണ്ടുവന്ന് ഇരുത്തും. മറ്റു പാർട്ടികളിലൊന്നും ഉണ്ടാകത്തില്ല. മറ്റു പാർട്ടികളിൽ അങ്ങനെ കൊണ്ടുവരാനായിട്ട് പോലും. അതിലല്ല കാര്യം. വികസനം എടുത്ത് ഉണ്ടാക്കുക, അത് കാണിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യം. അതുകൊണ്ടാണല്ലോ BJP പല കാര്യങ്ങളിൽ അവരുടെ ശൈലി മാറ്റിയിരിക്കുന്നത്. ശൈലി മാറ്റണം എന്ന് രാജീവ് ഇപ്പോൾ ശക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പാർട്ടി ഓഫീസുകളിലൊക്കെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തുള്ള BJP ഓഫീസ് മാരാർജി ഭവനിൽ അവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടെന്നാണ് പറയുന്നത്. നല്ലതല്ലേ അത്? അപ്പോൾ നമ്മൾ വിചാരിക്കും പാർട്ടി ഓഫീസിലോ ഹെൽപ്പ് ഡെസ്ക് എന്ന്. പിന്നെ അതിനു മുമ്പ് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാ ഇടങ്ങളിലും താഴെത്തട്ട് മുതൽ പാർട്ടി ഓഫീസുകളുണ്ടല്ലോ. ഇതൊക്കെ പാർട്ടി ഓഫീസല്ല, സേവാ കേന്ദ്രങ്ങളായി മാറണം. അതായത് പ്രധാനമന്ത്രിയുടെ പദ്ധതികളൊക്കെ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പോൾ അവിടെ വന്ന ഒരാൾ ചോദിക്കുകയാണ്, എനിക്ക് ഇന്ന വായ്പ കിട്ടണമെന്നുണ്ട്, ആവാസ് യോജന.
എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുക. ഏത് ബാങ്കിനെ സമീപിക്കണം, ഏത് തരത്തിലുള്ള പ്രൂഫുമായിട്ട് വേണോ അവരെ ചെല്ലാൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അവിടെയാണ് പാർട്ടി യഥാർത്ഥ പാർട്ടിയായി മാറുന്നത്. ഇവിടെ ഇതിനൊരു വലിയ മൈലേജ്. എങ്ങനെ ശൈലി മാറിയാലും പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികൾ ഇപ്പോഴും മുന്നിലുണ്ടല്ലോ, CPM ഉം കോൺഗ്രസും. അവരെ തകർത്താൽ മാത്രമല്ലേ BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അല്ല, അവർക്ക് പ്രധാനമായിട്ട് ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, CPM-നൊക്കെ വലിയ ഇടിവ് സംഭവിച്ചിട്ടില്ലേ? അവർ വികസന വിരോധികളായിട്ട് ഉള്ളവരായി തീർന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വികസനം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നാടിനെ മുടിപ്പിച്ചുകൊണ്ടുള്ള വികസനത്തിലേക്കാണ് അവർ പോകുന്നത്. ഇപ്പൊ കേരളയിൽ തന്നെ പറഞ്ഞു, ചുവപ്പ് കൊടി കണ്ടാൽ വ്യവസായികൾ ഓടി ഒളിക്കും. അതെ, ഏതെങ്കിലും തരത്തിലുള്ള എത്ര ഈ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എത്ര ഇവിടെ വന്ന് വ്യവസായം തുടങ്ങാൻ ആഗ്രഹിച്ചവര് പണി പകുതിയാക്കി മുഴുവനാക്കി ഒടുവിൽ ജീവിതത്തിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയില്ലേ? അപ്പോൾ ആ ഒരു സാഹചര്യം അത് ഇവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കുന്നത് ഇതാണ്, കുതിക്കണം. കാരണം ഈ ലോകം എന്താണെന്ന് എല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തും മറ്റ് രാജ്യങ്ങളിൽ ഏത് തരത്തിലുള്ള കുതിപ്പുണ്ടാകുന്നു, അല്ലെ നമ്മുടെ തൊട്ടയൽ സംസ്ഥാനത്ത് ഏത് കുതിപ്പുണ്ടാകുന്നു, ഇവിടെ എന്താണ് ഉണ്ടാകാത്തത്, ഇങ്ങനെ കാണുകയാണ്. പിന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ആൾക്കാർ ഇപ്പോൾ പോയി തുടങ്ങിയിരിക്കുകയല്ലേ, എല്ലാം കൈക്കുമ്പിളിലുണ്ട്. ഇപ്പോൾ ഏത് രാജ്യത്തെക്കുറിച്ച് നമുക്കറിയണം, അതെല്ലാം നമ്മുടെ കൈകളിൽ കിട്ടുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ആൾക്കാർ താരതമ്യം ചെയ്യുകയാണ്. ഇവിടെ ഇപ്പോഴും ഈ പഴയ തരത്തിൽ വരണ്ട രാഷ്ട്രീയവും പറഞ്ഞ് വരട്ട് സിദ്ധാന്തവും പറഞ്ഞ് നടക്കുന്നവർ മാത്രമായി പൊടി പിടിക്കാൻ കുറച്ച് പാവങ്ങളുമുണ്ട്. തൊഴിലുമില്ല, കൂലിയുമില്ല. നമ്മുടെ ഇവിടുത്തെ പഠന രീതി പോലും നേരാവണ്ണമാകുന്നില്ല. പരമ്പരാഗതമായിട്ടുള്ള കുറേ കോഴ്സുകളുണ്ട്. അല്ല, കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രതിപക്ഷത്തിന്റെ കുറവുള്ളതായി പലരും പറയുന്നുണ്ടല്ലോ. ആ സ്പേസിലേക്കായിരിക്കും രാജീവ് ലക്ഷ്യമിടുക. അതെ, പ്രധാനമായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2026 പ്രധാന പ്രതിപക്ഷമെങ്കിലും ആകും. അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് ഭരണം പിടിക്കുമെന്ന്. അത് ഏത് തരത്തിലാണെന്നുള്ളത് നമുക്കിനി കാണാൻ പോകുന്നതേ ഉള്ളൂ. അതെന്തെങ്കിലും ആകട്ടെ, പക്ഷേ ഒരു പ്രധാന പ്രതിപക്ഷമായിട്ട് മാറുന്ന ഒരു കാഴ്ചയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. ഇനി എന്തായാലും ഇതിനകത്ത് ഈ അമിത്ഷാ വന്നു പോയതിന് ശേഷം ഉള്ള പല മാറ്റങ്ങൾ നമ്മൾ നോക്കണം. രാജീവ് ചന്ദ്രശേഖർ വളരെ തന്ത്രപൂർവമായിട്ടാണ് കാര്യങ്ങളെല്ലാം നീക്കുന്നത്. സ്ഥാനാർത്ഥികളെ നേരത്തെ അവർ തീർച്ചപ്പെടുത്തുന്നു. ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനമല്ല, അതൊക്കെ പിന്നീട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനകത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിനകത്ത് നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യം, ഓരോ പഞ്ചായത്തിനും ഈ ഓരോ പ്രകടന പത്രിക തയ്യാറാക്കുക. അത് നല്ല കാര്യമാണ്. അങ്ങനെ നമ്മളിതുവരെ കേട്ടിട്ടില്ല. അതായത് ഓരോ പഞ്ചായത്തിനും അതിൻ്റേതായ ഭൂമിശാസ്ത്രപരമായിട്ടും ഘടനയിലും ഒക്കെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി പഞ്ചായത്ത് വളരെ തലസ്ഥാനത്തിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിലും വളരെ ഉൾപ്രദേശമാണ്, മലയോരമാണ്. ഇനി വയനാട്ടിലെ ഉള്ള ഒരു പഞ്ചായത്ത്, അവിടെ ഭൂമിശാസ്ത്രപരമായിട്ട് വ്യത്യാസമല്ലേ. ആലപ്പുഴ ജില്ലയിലെ ഒരു പഞ്ചായത്ത് എടുക്കുക. ആലപ്പുഴ ജില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ജലാശയത്തിനകത്ത് നിൽക്കുന്ന ഒരു ജില്ലയാണത്. അവിടുത്തെ ഭൂമിശാസ്ത്രം വേറൊരു തരത്തിലാണ്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ വേറൊരു തരത്തിലാണ്. വയനാട്ടിൽക്കാരുടെ ആവശ്യങ്ങൾ വേറെ തരത്തിലാണ്. അമ്പൂരിയിൽ ഉള്ള അവിടുത്തെ പഞ്ചായത്തിലെ അവരുടെ ആവശ്യങ്ങൾ മറ്റു പലതാണ്. അപ്പോൾ ആ തരത്തിൽ പ്രകടന പത്രിക ഉണ്ടാക്കണം, അല്ലാതെ കേരളത്തിൽ മൊത്തമായിട്ടല്ല. വയനാട്ടിൽ വന്യജീവി ശല്യമാണെങ്കിൽ കുട്ടനാട്ടിൽ നെൽകർഷകരുടെ പ്രശ്നമാണ്. അതാണ് വയനാട്ടിൽ ഏറ്റവും പ്രശ്നം. ആ മലയോര മേഖല കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് വന്യജീവി പ്രശ്നമാണ്. അവർക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, കൃഷി പോട്ട് ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. പാലക്കാടേക്ക് പോകുമ്പോൾ കുടിയുള്ള പ്രശ്നം. അപ്പം ആ തരത്തിൽ കാര്യങ്ങൾ മാറുക. ഇതെന്തുകൊണ്ടാണെന്നറിയാമോ? രാജീവ് ചന്ദ്രശേഖരനെ പോലെ ദീർഘവീക്ഷണമുള്ള ഒരാൾ തലപ്പത്ത് വന്നതിൻ്റെ നേട്ടമാണ്. ഒരു യഥാർത്ഥ കച്ചവടക്കാരന് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു വീക്ഷണം ചിലപ്പോൾ ഉണ്ടാകത്തുള്ളൂ. രാഷ്ട്രീയക്കാരുടെ ഈ പഴയ രാഷ്ട്രീയക്കാരുടെ വീക്ഷണം എന്നൊക്കെ പറയുന്നത് അത് വേറൊരു തരത്തിൽ മാത്രം, അപ്പോഴുള്ള രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നതാണ്. അപ്പോൾ BJP ഒന്നുകൂടി കേരളത്തിൽ ശക്തമാകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ പ്രസ്താവനയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.